കലോത്സവത്തിൽ ഇനി മിമിക്രി കോമ്പറ്റീഷനുള്ള ടൈമാണ്. ലെറ്റ്സ് വെൽക്കം പ്രിൻസ് ആൻഡ് ഷമീർ. വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. കൈനെന്തുറ്റി? വീടിന്റെ മതിലേ റോഡിലൂടെ പോകുന്നവർക്ക് വെളിച്ചം കാണാൻ വേണ്ടിട്ട് ലൈറ്റ് ഇടാൻ ശ്രമിച്ചതാ. അപ്പൊ കല്ലിന് ഉറപ്പുണ്ടായില്ല, വീണപ്പോ മനസ്സിലായി ഉറപ്പില്ല. ചെറിയ കുളിര് കിട്ടിയില്ലേ? കുളിര് ഷമീറിന് വീണ്ടും സ്വാഗതം കേട്ടോ. താങ്ക് യു. കുറെ നാളിന് ശേഷമല്ലേ പറഞ്ഞേ? 6 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, ഇന്ന് ആരൊക്കെയാ ലിസ്റ്റില്? ഇന്ന് ഉമ്മൻചാണ്ടി സാറും മാമുക്കോയും. നാട് എവിടെയാണെന്നും ഒക്കെ ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട്. വീട് ചാലിശ്ശേരി, പാലക്കാട് ജില്ലയില്. ശരി പ്രിൻസേ, വെൽക്കം ബാക്ക്. ഇന്ന് പാട്ടുകാർ തന്നെയാണോ? ആരൊക്കെ ഇന്ന് പാട്ടുകാര്? ശ്രീറാം, നല്ല ഷർട്ട് കേട്ടോ. അപ്പൊ അതെ, ശ്രീറാമും ദലർ മെഹന്തി, അടിപൊളി. അപ്പൊ സെറ്റല്ലേ? സെറ്റാണ് അല്ലേ? ഇപ്പൊ എങ്ങനെ ഷോസ് ഒക്കെ നന്നായിട്ട് പോകണ്ടോ? നന്നായിട്ട് പോകുന്നുണ്ട്. ഗംഭീരമായിട്ട് ഷോസ് ഉണ്ട്. ഇതിനിടയ്ക്ക് വരാൻ ടൈം കിട്ടുന്നുണ്ടോ എന്ന് വേണം ചോദിക്കാൻ അല്ലേ? സമയം നോക്കി വരുവാണ്. സന്തോഷം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഐശ്വര്യമായിട്ടുള്ള സ്പിൻ. Let's open number 9. ചിത്ര ചേച്ചിയുടെ ശബ്ദം. കളപം തരാം ഭഗവാനേ, മനസ്സും തരാം. കുറച്ചുകൂടി പിടിച്ചാൽ ചിലപ്പോൾ നടക്കും. ഷമീറേ, സാഹസമായിരുന്നു. ഐശ്വര്യമായിട്ടൊരു സ്പിൻ അടിച്ചേ. Let's open number 13. നരേന്ദ്ര പ്രസാദ്. വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അവന് കൊണ്ട് പറ്റണതല്ല, അവന് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഭീമനെ കൊണ്ട് ഡയലോഗ് എടുത്തേ. ഷമീറേ, അടുത്ത സ്പിൻ അടിച്ചോ. നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. നിയാസ് ബക്കർ ചെയ്യാം. നിയാസ് ബക്കർ. ഇതിപ്പോ എന്താ മനസ്സിലായി? ഇതൊരു മനുഷ്യന്റെ ശ്വാസകോശമാണ് കേട്ടോ. ഒരു മനുഷ്യന്റെ ശ്വാസകോശം അങ്ങനെ വിചാരിക്കാം, തൊള്ളൽ കണ്ട. അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് പറഞ്ഞ്? 65 വർഷമായിട്ട് നിങ്ങൾ പുക വലിക്കാണ്. അപ്പൊ നിങ്ങളുടെ ശ്വാസകോശം ഏതാണ്ട് ശരിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ശരിയാക്കിയാലോ. അസ്സലാമു അലൈക്കും. ഓ സൂപ്പർ. അപ്പൊ ഫ്രീ ആയിട്ടൊരു സ്പിന്നും. Let's open number 24. ദളപതി വിജയ്. ഉമ്മൻചാണ്ടി സാറിനോട് എത്തുന്നുണ്ട്. உங்களுக்கு தமிழ் பேசுறதுக்கு பிரச்சனை என்ன? இங்கிலீஷ்ல பேசுங்க. இந்த மாதிரி சீரியஸ் மேட்டர்லாம் பேசுறதுக்கு இங்கிலீஷ் தான் நல்லது. That's right. சின்ன சின்ன தப்பு இருந்தா கூட பரவாயில்லை, நான் ஒத்துக்கிறேன். பேசுங்க, தைரியமா பேசுங்க, தைரியமா பேசுங்க. എങ്ങനെ പ്രിൻസേ, സ്പിൻ. Let's open number 11. മാമുക്കോയ. പഠിച്ചോനെ കാത്തോനെ. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. മാമുക്ക ലിസ്റ്റിലില്ലേ? അപ്പൊ അത് കാണാം. കൂട്ടം തെറ്റിയ നായക്ക് കണത്തം പോലും കിട്ടൂലെന്ന് പറഞ്ഞ കാര്യമാണ് നമ്മളെ കഥ. 12 ആനി അതിന്റെ തോറ്റം തരാമെന്ന് പറഞ്ഞാലും ഈ പണിക്ക് നമ്മളില്ല. ചെയ്തോടത്തോളം മതിയായി. തടി കഴിച്ചാൽ റഫിന്റെ കാവല്. സൂപ്പർ. അപ്പൊ രണ്ടുപേരുടെയും നമ്പേഴ്സ് ചേട്ടാ ഒന്ന് വേദിയിലേക്ക് വരൂ. ഷമീറിന് ലിസ്റ്റിൽ ഇനി ഒരാളും കൂടി ഉണ്ട്. ഉമ്മൻചാണ്ടി സാർ. ദേശീയ നേതൃത്വം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത്. പിന്നെ ജനങ്ങൾ എന്തിനെ ഭയക്കണം? ജനങ്ങൾക്ക് ഞങ്ങളെ നല്ല വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെ ഞങ്ങൾക്കും. ഈ തെരഞ്ഞെടുപ്പിലെ ഫലം അത് UDF-ന് തന്നെ ഗുണം ചെയ്യുമെന്ന് യാതൊരു തർക്കവുമില്ല. സൂപ്പർ സൂപ്പർ. അപ്പൊ ഇനി അടുത്ത ലിസ്റ്റിലുള്ളത് ദലർ മെഹന്തി. ഓക്കെ, റെഡി.
ടിൻചേട്ടാ ഷമീറെ ഉമ്മൻചാണ്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഞാനിപ്പോ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഫേസ് ഒക്കെ കറക്റ്റ് അതുപോലെ തന്നെ തോന്നി. എനിക്ക് ഈ കളറും ആ കളർ ടോൺ എല്ലാം കൂടി തോന്നിയതാണ്. ഫേസ് പിടിച്ചത് ഈ ജോയൊക്കെ പിടിച്ച് ഭയങ്കര രസമായിട്ട് നന്നായിരുന്നു. അതുപോലെ തന്നെ ചെയ്ത 2 സ്റ്റാർസ് നന്നായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ല ധൈര്യം ഉണ്ടല്ലോ സ്റ്റേജിലേക്ക്. വന്നിട്ടുള്ളതല്ലേ ഇവിടെ. അപ്പോ വളരെ ഗംഭീരായി. ഭയങ്കര റേഞ്ച് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഗാനമേളക്ക് സ്ഥിരം പാടുന്നുണ്ടല്ലേ? അത് നിങ്ങളുടെ വോയിസ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, കാരണം ഒരു വെറൈറ്റി ഉള്ള ഒരു വോയിസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ദലേറിന്റെ കറക്റ്റ് വോയിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ പലരും. ശ്രീറാമിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദലേറിന്റെ ആണ്. കാരണം ഞാൻ ലൈവ് ഷോ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഉള്ള പഞ്ച് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ പ്രിൻസ് എന്നും ഒരു രാജകുമാരനായിട്ട് തന്നെ നിൽക്കട്ടെ, പേര് പോലെ തന്നെ. ഷമീറ പ്രിൻസ് രണ്ടുപേരും തകർത്തു കേട്ടോ. പ്രത്യേകിച്ച് ഷമീറ എനിക്ക് മമ്മൂക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ലൈഫ് വോയിസ് ആണ്. പിന്നെ കോമ്പറ്റീഷൻ എനിക്കൊന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം വരുന്നതാണ് അല്ലേ? നേരത്തെ കുറെ സ്റ്റാറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 6 വർഷമായി. പ്രോഗ്രാംസ് എങ്ങനെ ഉണ്ട് ട്രൂപ്പിൽ? കുഴപ്പമില്ല. എന്നാലും ഉത്സവത്തിൽ വന്നതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഉത്സവത്തിന് വന്നതിന് ശേഷമാണ് നമ്മൾ റീച്ച് ആയത് അവിടെ. പ്രിൻസ് ഒരുപാട് ഷോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും ഒത്തിരിയുണ്ട്. കാര്യം നമ്മൾ ഫ്ലെക്സിലേക്ക് കാണാം, എവിടെ പോയാലും പ്രിൻസിന്റെ ഫേസ് കാണാറുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ഷോ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് ഷോകളൊക്കെ കിട്ടട്ടെ. പ്രസന്റ് ചെയ്ത് 2 സാധനം അടിപൊളിയായിരുന്നു. അപ്പൊ കലക്കി. പക്ഷെ പ്രിൻസേ അറിയാലോ, ഇന്ന് സമ്മാനം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് നമ്മുടെ കുളിരാണ്. കുളിര്. അപ്പോ ഐശ്വര്യമായിട്ട് ഒരു സ്പിൻ അടിച്ചേ. 6. ഓക്കെ ടിൻചേട്ടാ, പുള്ളിക്ക് വേണ്ടി വേറൊരു സ്പിൻ ഒന്ന് കൊടുത്തേ. 6 കറക്കി 6 വേണോ, ടിൻചേട്ടൻ കറക്കി 8 വേണോ? വിശ്വാസം അവിടെ വിശ്വാസം തിരിച്ചേറ്റില്ലല്ലേ എല്ലാം. എനിക്ക് പുള്ളിയിലാണ് വിശ്വാസം. പ്രിൻസ് ആണ് എന്തെടുക്കുമായിരുന്നു? ഒരു സമ്മാനവും കിട്ടാനില്ല. എന്നാലും തിരിച്ചേട്ടൻ 8-ലായിരിക്കും. തിരിച്ചേട്ടൻ പക്ഷെ 6-ലോട്ട് പോകുന്നതാണ് അല്ലേ? പ്രചോദനോ? ഞാനും 6 പിടിക്കും. 6 പിടിക്കും. അപ്പൊ നമുക്ക് ആദ്യം കിട്ടാത്ത 6 എന്താണെന്ന് നോക്കാം അല്ലേ? ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. 8,000 രൂപയായിരുന്നു 6ന്റെ പുറകിൽ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. 2,000 രൂപ. അപ്പൊ നമുക്കാണ് ക്രിസ്മസ്. കുഴപ്പമില്ല. 2,000 അല്ലേ? നമുക്ക് ഒരു മാറ്റമുള്ള ഒരു ബ്ലാങ്കറ്റ് എങ്കിലും കിട്ടും. അതെ. അപ്പൊ 2 പേരെയും കൈപിടിച്ച് ചേട്ടാ മുമ്പോട്ട് തന്നെ. ഓൾ ദി ബെസ്റ്റ്.